തിരുനാവായ പഞ്ചായത്തിനെ നയിക്കാൻ ഇനി മാമ്പറ്റ ദേവയാനിയും മുഹമ്മദ് കുട്ടി എന്ന ബാവ ഹാജിയും. പഞ്ചായത്ത് ഓഫീസിൽ രാവിലെ 11-നും ഉച്ചയ്ക്ക് 2 മണിക്കുമായി നടന്ന തിരഞ്ഞെടുപ്പിലാണ് പുതിയ സാരഥികൾ ചുമതലയേറ്റത്. UDFിലെ ധാരണപ്രകാരം ലീഗിലെ ഖദീജ ആയപ്പള്ളി, കോൺഗ്രസിലെ KT മുസ്തഫ എന്നിവർ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് പദവികൾ രാജിവെച്ചതോടെയാണ് തിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. 2 തിരഞ്ഞെടുപ്പുകളും LDF അംഗങ്ങൾ ബഹിഷ്കരിച്ചതോടെ ഐക്യകണ്ഠേനയായിരുന്നു തിരഞ്ഞെടുപ്പ്. റിട്ടേണിംഗ് ഓഫീസറായ എംപ്ലോയ്മെന്റ് ഓഫീസർ ബിന്ദു തിരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പഞ്ചായത്തിന് പുറത്ത് തുടർച്ചയായ നേതൃമാറ്റങ്ങളിൽ പ്രതിഷേധിച്ചുള്ള LDFന്റെ പഞ്ചായത്ത് ഓഫീസ് മാർച്ച് നടക്കുകയായിരുന്നു. മാർച്ച് പഞ്ചായത്തിന്റെ പ്രവേശന കവാടത്തിൽ പോലീസ് തടഞ്ഞു. CI മുഹമ്മദ് റഫീഖിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു. ബാസിത് വെഡിംഗ് മാൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ലീഗിലെ കൊട്ടാരത്ത് സുഹറാബിയാണ് ദേവയാനിയെ നിർദ്ദേശിച്ചത്. കോൺഗ്രസിലെ സോളമൻ പിന്താങ്ങി. ഇതിനിടെ പ്രതിഷേധവുമായി LDF അംഗങ്ങൾ എഴുന്നേറ്റു. UDFിനകത്തെ അധികാര വടംവലി മൂലമുള്ള തിരഞ്ഞെടുപ്പിൽ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതായും യോഗം ബഹിഷ്കരിക്കുന്നതായും പ്രഖ്യാപിച്ച് മുദ്രാവാക്യം വിളിക്കുകയും ഇറങ്ങിപ്പോവുകയും ചെയ്തു. LDF അംഗങ്ങളുടെ അസാന്നിധ്യത്തിലായിരുന്നു തുടർ നടപടികൾ. നിരന്തരമായിട്ട് പ്രസിഡന്റ് മാറ്റം വന്നതിന്റെ അടിസ്ഥാനത്തിൽ പൊതുജനങ്ങൾക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വീണ്ടും UDFന്റെ അടിപിടി കൊണ്ട് വീണ്ടും ഒരു പ്രസിഡന്റ് മാറ്റം ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ LDF മെമ്പർമാരാകെ ഈ ഒരു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ ബഹിഷ്കരിക്കുകയാണ്. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, LDF സിന്ദാബാദ്, LDF സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്. മൂന്നാമത്തെ പ്രസിഡന്റിനായി വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മുഹമ്മദ് കുട്ടിയെ കോൺഗ്രസിലെ KT മുസ്തഫയാണ് നിർദ്ദേശിച്ചത്. ഫക്രുദ്ദീൻ അലി പിന്താങ്ങി. ഇടതുപക്ഷം ബഹിഷ്കരിച്ചതിനാൽ 2 തിരഞ്ഞെടുപ്പുകളും ഐക്യകണ്ഠേനയായിരുന്നു. എതിരാളികൾ ഇല്ലാതിരുന്നതിനാൽ വോട്ടെടുപ്പില്ലാതെ 2 പേരെയും തിരഞ്ഞെടുത്തതായി വരണാധികാരി പ്രഖ്യാപിച്ച് യോഗം അവസാനിപ്പിക്കുകയായിരുന്നു. തുടർന്ന് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സത്യവാചകം ചൊല്ലി ചുമതലയേറ്റു. അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. സൂഫി മുഹമ്മദ് കുട്ടി എന്ന ബാവാജി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസനീയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ സത്യപ്പെടുത്തുന്നു. മാമ്പറ്റ ദേവയാനി നിലവിലെ ഭരണസമിതിയുടെ 3ാമത്തെ പ്രസിഡന്റ്, മുഹമ്മദ് കുട്ടി എന്ന ബാവ ഹാജി 2ാമത്തെ വൈസ് പ്രസിഡന്റുമാണ്. 2 തവണത്തെ ചെറിയ പരപ്പൂർ വാർഡിനെ പ്രതിനിധീകരിച്ച പരിചയ സമ്പത്തുമായാണ് ദേവയാനി പ്രസിഡന്റ് പദവിയിലേക്ക് എത്തിയിട്ടുള്ളത്. 40 വർഷമായി RD ഏജന്റായി പൊതുരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഇവർ നിലവിൽ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷയാണ്. സൗത്ത് പല്ലാർ വാർഡിന്റെ പ്രതിനിധിയാണ് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി എന്ന ബാവ ഹാജി. പഞ്ചായത്തിൽ UDFന് 16ഉം ഇടതുപക്ഷത്തിന് 7 അംഗങ്ങളാണ് ഉള്ളത്. കോൺഗ്രസ് അംഗമായിരുന്ന ഉണ്ണികൃഷ്ണൻ അടുത്തിടെ മരണപ്പെട്ടിരുന്നു. UDFിലെ 15 അംഗങ്ങളും യോഗത്തിൽ പങ്കെടുത്തു. ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ ഷാജി കിഴുവത്ത്, സീനിയർ ക്ലർക്ക് T സുനീത്, തിരുനാവായ പഞ്ചായത്ത് സെക്രട്ടറി K ശ്രീലക്ഷ്മി, ജൂനിയർ സൂപ്രണ്ട് CK രാജീവ് എന്നിവർ നടപടികൾക്ക് നേതൃത്വം നൽകി. എഡിറ്റർ ലൈവ്, തിരുനാവായ. Ha ha ha.
ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്. അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ. മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.